സ്കൂൾ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ടെന്ന് പരാതി. കണ്ണൂർ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് പാതി വഴിയിൽ ഇറക്കിവിട്ടത്. നാട്ടുകാർ പ്രതിഷേധിച്ചു. ചോദാവൂർ സ്കൂളിൻ്റെ HM-ഉം അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും കാണിച്ച അങ്ങേയറ്റത്തെ തോന്നിയവസാണിത്. ഈ കൂരാറ ഭാഗത്തേക്കുള്ള യാത്ര അങ്ങേയറ്റം ക്ലേശകരമായിരിക്കുകയാണ്. ഒരാളെ ഹൈറ്റിൽ വെള്ളം നിലനിൽക്കുന്ന ഈ റൂട്ടിലാണ് 10-30 കുട്ടികളെ കുന്നത്തും മുക്ക് കവുങ്ങുംപള്ളി ഭാഗത്തേക്കും പടിഞ്ഞാറെ മുഖേരി ഭാഗത്തേക്ക് പോകേണ്ട കുട്ടികളെ ഇവിടെ റോഡിൽ ഇറക്കി വിട്ടിട്ട് ബസ്സുകാർ സ്ഥലം വിട്ടിട്ടുള്ളത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, 30 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സ്കൂൾ അധികൃതരുടെ അറിവോടെയാണ് എന്നാണോ? നമ്മൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടോ? അനുജ, ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ ആരോപണം പല വിധത്തിൽ ഉയരുന്നുണ്ട്. 20 കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അവർ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഉണ്ടമുക്ക് എന്ന ഭാഗത്താണ് ഈ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടത്. അതിന് ചുറ്റും വെള്ളക്കെട്ടാണ്, വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. അതിൽ ഈ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ പിന്നീട് പറഞ്ഞ വിശദീകരണം, കുട്ടികൾ അവിടെ നിന്ന് ബസ് ആ വഴിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് ഇതുവഴി പൊയ്ക്കോളാം എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു, അതുകൊണ്ട് ഇറക്കി വിട്ടു എന്ന വാദമാണ്. പക്ഷേ അത് നിലനിൽക്കുന്നതല്ല. പിന്നീട് നാട്ടുകാർ ഈ വിദ്യാർത്ഥികൾ അവിടെ ഇറങ്ങിയപ്പോൾ ചുറ്റും വെള്ളക്കെട്ടാണ്. അവർ ഈ അപകടം മനസ്സിലാക്കി അവർ വിദ്യാർത്ഥികളോടും എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ആരാഞ്ഞു. അപ്പോൾ ഇവിടെ ഇറങ്ങി, സ്കൂൾ ബസ്സിന് ഇവിടെ ഇറങ്ങിയതാണ്, ഇനി ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അതുവഴി നടന്നു പോകാൻ സാധ്യമായിരുന്നില്ല. ആ മേഖലയിൽ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. പിന്നീട് നാട്ടുകാരും മറ്റും രംഗത്തെത്തുകയും അവർ സ്കൂൾ അധികൃതരെ വിളിക്കുകയും ആശയവിനിമയം നടത്തുകയും അവരുടെ പ്രതിഷേധവും പരാതിയും ഉന്നയിക്കുകയും വലിയ തോതിലുള്ള പ്രതിഷേധം അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും എതിരെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇതേ ബസ് തന്നെ, അതായത് കുട്ടികളെ അവിടെ ഇറക്കി വിട്ട് മടങ്ങിയ ആ ബസ് തന്നെ വീണ്ടും അവിടെ എത്തുകയും മറ്റൊരു വഴിയിലൂടെ വിദ്യാർത്ഥികളെ ആ വാഹനത്തിൽ തന്നെ, സ്കൂൾ ബസ്സിൽ തന്നെ കയറ്റി മറ്റൊരു വഴിയിലൂടെ ആ വിദ്യാർത്ഥികളെ മറ്റിടങ്ങളിൽ അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ ഇറക്കി എന്നതാണ് ഇപ്പോൾ നടന്ന ഒരു കാര്യം. പക്ഷേ ഇക്കാര്യത്തിലൊരു ജാഗ്രത കുറവ്, അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ വെള്ളക്കെട്ടും ഇത്തരം വലിയ കനത്ത മഴയും വെള്ളക്കെട്ടും ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ അത് വളരെ തോതിൽ അപകടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂൾ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ വട്ടത്തിൽ, അതായത് അതുവഴിയും സാധാരണഗതിയിൽ പോകുന്ന വഴിയിൽ കൂടി ഈ ബസ് പോകുമായിരുന്നില്ല. അവിടെയെല്ലാം വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. റോഡും വയലും ഒക്കെ കാണാൻ കഴിയാത്ത വിധം വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് അവിടെ എത്തിയ വേളയിലാണ് അതുവഴി ബസ് പോകില്ല, പക്ഷേ മറ്റു വഴികളിലൂടെ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെയൊക്കെ ഇറക്കേണ്ടതിന് സമീപത്തൊക്കെയും മറ്റുമായി എത്തിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ഇടപെടൽ ഉണ്ടായില്ല. പകരം അവിടെ ഇറക്കിയതിന് ശേഷം സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ വാഹനവുമായി പോവുകയാണ് ചെയ്തത്. അത് അധ്യാപകർ പറയുന്നത്, സ്കൂൾ അധികൃതർ പറയുന്നത്, അത്തരം ഒരു സംഭവം ഇവിടെ നിന്ന് പരാതിയായി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാത്രമാണ് അത് അറിഞ്ഞത്. അതിന് പിന്നാലെ തന്നെ സ്കൂൾ ബസ് ഡ്രൈവറോട് വാഹനവുമായി സ്ഥലത്തെത്താനും ആ കുട്ടികളെ അതാത് സ്ഥലങ്ങളിൽ, അതായത് ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ ഇറക്കാനും കഴിയും വിധമുള്ള ഇടപെടൽ ആവശ്യപ്പെടുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷേ ഇത് നാട്ടുകാരൊക്കെ അവിടെ ഇടപെട്ടു. അതല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും നിലയ്ക്ക് വെള്ളക്കെട്ടോ മറ്റോ മറികടക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേനെ. ആ നിലയ്ക്കാണ് പരാതി ഉയർന്നത്. ഇപ്പോൾ ഇടപെടൽ അവിടെ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ്. വെള്ളക്കെട്ടിലാണ് വിദ്യാർത്ഥികളെ ഇറക്കിവിട്ടത്. തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ ആ ബസ് തിരികെ അങ്ങോട്ടേക്ക് എത്തുകയും വിദ്യാർത്ഥികളെ അവരവരുടെ ഇടങ്ങളിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു എന്നതാണ്. സജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.